ഇതാ മറ്റൊരു വിസ്മയ കാഴ്ച, 9 പോയിൻ്റ് സർക്കിൾ. ഒരു ത്രികോണവുമായി ബന്ധപ്പെട്ട് 2 വൃത്തങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? ഒന്ന് ത്രികോണത്തിൻ്റെ അന്തർവൃത്തമാണ്, ഇൻ സർക്കിൾ. ത്രികോണത്തിൻ്റെ വശങ്ങൾ തൊടുവരകളായി വരുന്നു, സൈഡ്സ് ആർ ടാൻജൻറ്റ് ടു ദ സർക്കിൾ. മറ്റൊരു വൃത്തം പരിവൃത്തമാണ്, സർക്കം സർക്കിൾ. ത്രികോണത്തിൻ്റെ മൂലകളെല്ലാം പരിവൃത്തത്തിലായിരിക്കും, വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ. ഏതൊരു ത്രികോണത്തിനും അന്തർവൃത്തവും പരിവൃത്തവും വരയ്ക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ത്രികോണവുമായി ബന്ധപ്പെട്ട് വരയ്ക്കാവുന്ന മറ്റൊരു വൃത്തമാണ് 9 പോയിൻ്റ് സർക്കിൾ. 9 ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം. ഈ 9 ബിന്ദുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ത്രികോണങ്ങളുടെ എല്ലാ വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ, മിഡ് പോയിൻറ്റ്സ് ഓഫ് ഓൾ സൈഡ്സ്. 3 ബിന്ദുക്കൾ മധ്യബിന്ദുക്കളാണ്. ഇനി ത്രികോണങ്ങളുടെ ഉന്നതികൾ വരയ്ക്കുക. ഓരോ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ എതിർവശത്തേക്ക് ലംബം വരയ്ക്കുക. എതിർവശത്ത് ചെന്ന് മുട്ടുന്ന പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളും ഉന്നതികൾ ത്രികോണത്തിൻ്റെ വശങ്ങളിൽ വന്നു മുട്ടുന്ന ബിന്ദുക്കളും ചേർത്ത് 6 ബിന്ദുക്കൾ നമുക്ക് ത്രികോണത്തിൽ അടയാളപ്പെടുത്താം. ഈ ഉന്നതികളെല്ലാം കൂട്ടിമുട്ടുന്ന ബിന്ദു അത് ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്ററാണ്, ലംബകേന്ദ്രമാണ്. അതും കൂടി നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അത് M എന്ന് അടയാളപ്പെടുത്താം. ത്രികോണത്തിൻ്റെ ഓരോ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓർത്തോ സെൻറ്ററിലേക്ക് വരച്ചിരിക്കുന്ന വരകളുടെ മധ്യബിന്ദുക്കളാണ് ഇനി അടയാളപ്പെടുത്തേണ്ടത്. AM-ൻ്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തണം. അതുപോലെ BM-ൻ്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തണം. CM-ൻ്റെയും മധ്യബിന്ദു അടയാളപ്പെടുത്തണം. അങ്ങനെ നമുക്ക് 3 ബിന്ദുക്കൾ കൂടി ലഭിക്കും. അങ്ങനെ ആകെ 9 ബിന്ദുക്കൾ കിട്ടി. ഈ 9 ബിന്ദുക്കളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം, അതാണ് ഇനി വരയ്ക്കേണ്ടത്. ഇവിടെ അടയാളപ്പെടുത്തിയ ഏത് 3 ബിന്ദുക്കൾ കൂടി കടന്നു പോകുന്ന വൃത്തം വരച്ചാലും ആ വൃത്തം ഈ 9 ബിന്ദുക്കളിൽ കൂടിയും കടന്നു പോകും. ഏതൊരു ത്രികോണത്തിനും ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കാനും സാധിക്കും. ഈ വൃത്തത്തിൻ്റെ പേരാണ് 9 പോയിൻ്റ് സർക്കിൾ. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളും ഉന്നതികൾ വശങ്ങളിൽ വന്ന് മുട്ടുന്ന ബിന്ദുക്കളും വെർട്ടെക്സും ഓർത്തോ സെൻറ്ററും യോജിക്കുന്ന വരയുടെ മധ്യബിന്ദുക്കളും ചേർന്ന 9 ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വൃത്തത്തെയാണ് 9 പോയിൻ്റ് സർക്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഓരോ ത്രികോണവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 വൃത്തങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ഒന്ന് ഇൻ സർക്കിൾ, അന്തർവൃത്തം. മറ്റൊന്ന് പരിവൃത്തം, സർക്കം സർക്കിൾ. മൂന്നാമത്തെ വൃത്തം 9 പോയിൻ്റ് സർക്കിളാണ്. ഈ 3ഉം ഓരോ ത്രികോണത്തിലും എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. വ്യത്യസ്തമായ ത്രികോണങ്ങൾക്കെല്ലാം തന്നെ ഈ 3 വൃത്തങ്ങളും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ത്രികോണത്തിൻ്റെ വശങ്ങളെ തൊടുന്ന അന്തർവൃത്തവും ത്രികോണത്തിൻ്റെ മൂലകൾ കടന്നു പോകുന്ന പരിവൃത്തവും ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന 9 പോയിൻ്റ് സർക്കിളും